തൃശൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് തരനായട്ടിലും പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ മാർച്ച്. ബിജെപി ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. പ്രവർത്തകർ എല്ലാവരും തന്നെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന CPM-നെതിരെ കനത്ത രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. നേതാക്കൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ? മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ നഗരത്തിൽ ഇപ്പോൾ ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ തൃശൂർ നഗരത്തിൽ തൃശൂരിലെ MP ആയ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം നടന്ന CPM-ന്റെ അതിക്രമം അത് ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാനാവില്ല എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് CPM-ന്റെ ഗുണ്ടായിസത്തെ പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ BJP നടത്തുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കാണ് BJPയുടെ മാർച്ച്. തൃശ്ശൂരിലെ പഴയ നടക്കാവിലെ BJPയുടെ മണ്ഡലം ഓഫീസിൽ നിന്നും കമ്മീഷണർ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഈ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മാർച്ചിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെ പങ്കെടുക്കുന്നു. അവരൊക്കെ എന്താണ് ഈ തൃശൂർ നഗരത്തിൽ നടന്ന പോലീസിന്റെയും CPM-ന്റെയും അതിക്രമത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന സാഹചര്യമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഈ CPM-ന്റെ BJP പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണമാണെങ്കിലും അതല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ഓഫീസിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പ് മാലയിടുകയും ഒക്കെ ചെയ്ത സംഭവമാണെങ്കിലും അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. ഏതായാലും നേതാക്കളുടെ ശക്തമായ ഒരു പ്രതിഷേധം അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുൻനിരയിൽ തന്നെ മുതിർന്ന നേതാക്കളെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. BJPയുടെ മുൻ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനായ അനീഷ് കുമാർ, അതുപോലെ തന്നെ B. ഗോപാലകൃഷ്ണൻ തുടങ്ങി മുതിർന്ന നേതാക്കളെ എല്ലാവരെയും തന്നെ നമുക്ക് ഈ പ്രതിഷേധ മാർച്ച് കാണാൻ സാധിക്കുന്നു. സ്ത്രീകളുടെ വലിയ സാന്നിധ്യവും ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നടന്ന ഈ അതിക്രമം അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് എന്നുള്ളത് തന്നെയാണ് BJP നേതാക്കളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒക്കെ പറയുന്നത്. ഇപ്പോൾ BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷനായ അനീഷ് കുമാർ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഈ CPM-ന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നായാട്ട് അത് പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ആ വിജയത്തിന്റെ മാറ്റി കുറയ്ക്കാനും പ്രഭ കുറയ്ക്കാനും കലാപം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് MP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതും ബോർഡിൽ കരിയോലൊഴിച്ചതും ചെരുപ്പുമാല ഇട്ടതും. അപ്പോൾ അക്രമപാതയിലേക്ക് കൊണ്ടുപോയി ജനങ്ങൾ വിജയിപ്പിച്ച വലിയൊരു ജനാധിപത്യ വിജയം, ആ ജനാധിപത്യ വിജയത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയമായിട്ട് അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് തൃശ്ശൂരിലെ ജനങ്ങളാണ്. ആ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളിയെ ഞങ്ങൾ പ്രതിരോധിക്കും. തൃശ്ശൂരിലെ വോട്ടർമാര് ആ വോട്ടിനെ പോലും കള്ള വോട്ടാണെന്നാണ് പറയുന്നത് അല്ലേ? 1275 ബൂത്ത് ഉണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. 1275 ബൂത്ത്. അതിൽ ഒരൊറ്റ ബൂത്തിൽ മാത്രമാണ് ആക്ഷേപം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഒരൊറ്റ ബൂത്തിൽ മാത്രം. 1274 ബൂത്തിലും ഒരു പരാതി പോലും ആരും തന്നെ ഉന്നയിച്ചിട്ടില്ല. ആകെ ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരൊറ്റ ബൂത്തിൽ ബാക്കി 5 നിയോജക മണ്ഡലങ്ങളിൽ 10,000-ലധികം വോട്ടിന് ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ പരാതിയെങ്കിലും ഉന്നയിക്കാൻ പോലും സാധിച്ചോ? അപ്പൊ ഇത്രയും വലിയ ഒരു വിജയം ഉണ്ടായിട്ട് ഒരു ബൂത്തിൽ അവര് പറയുന്ന ഒരു ക്രമക്കേട്, അത് തന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ വരുത്തിയിട്ടുള്ള ക്രമക്കേടാണ്. അതിന്റെ പേരിലാണ്
ഈ ജനാധിപത്യ വിജയത്തെ അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതുതന്നെയാണ് ജനാധിപത്യപരമായിട്ടുള്ള വിജയത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം കൂടെ ചേരുന്നുണ്ട്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തൃശ്ശൂരിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളൊരു ഭീതിയാണോ ഇപ്പോൾ ഇതിന് പുറകിൽ? ഭാരതീയ ജനതാ പാർട്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളവുകൾ ഇടതുപക്ഷവും വലതുപക്ഷവും അഴിച്ചുവിടുന്നത്. BJPയെ കളവുകൾ പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുക, അതിന് പറ്റാതെ വരുമ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടും അടിച്ചും ഇടിച്ചും തകർക്കാൻ നോക്കുക. പക്ഷേ ഇവരുടെ എന്ത് തന്ത്രത്തെയും അതിജീവിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകും. ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇന്നലെ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിക്കാൻ വരുന്നത് എന്തു മര്യാദകേടാ? ഏതെങ്കിലും ഒരു ഓഫീസ് ആക്രമിക്കാൻ BJP പോയിട്ടുണ്ടോ? BJPയുടെ ഓഫീസ് ആക്രമിക്കുക, സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിക്കുക. എന്താ ഇതിന് കാരണം? സുരേഷ് ഗോപി 75,000 വോട്ടിനാണ് ജയിച്ചത്. ഇവർ പറയുന്നത് 100 പേർക്ക് ഡബിൾ വോട്ടുണ്ടെന്നാ. കള്ളോട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഈ തൃശ്ശൂർ ലോക്സഭാ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ബൂത്ത് ഏജന്റുമാർ എന്താ മൗനികളായിരുന്നു? അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണോ ചെയ്തിട്ടുള്ളത്? ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് 100 പേര് ആരുടെയോ ഡബിളിങ് വോട്ടുള്ളത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ലോകസഭാ മണ്ഡലങ്ങളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഡബിളിങ് വോട്ടുണ്ടാവും. പക്ഷെ 2 വോട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ 2 വോട്ട് ചെയ്തതായിട്ട് തെളിവുകൾ ആരുമില്ല. അതിനാണല്ലോ നമ്മൾ വിരലിൽ മഷി പുരട്ടുന്നത്. ഡബിളിങ് കൊണ്ട് ഉണ്ടാവാം, അത് ഇന്ത്യ മുഴുവൻ ഉണ്ടാവാം. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ വോട്ടർ പട്ടികയും ആധാർ കാർഡും ലംഘിക്കണം. അത് ആധാർ കാർഡും വോട്ടർ പട്ടികയും തമ്മിൽ ബന്ധപ്പെടുത്താൻ BJP തയ്യാറാ? ഇവർ തയ്യാറാണോ? ഇതാണ് ചോദ്യം. എന്തായാലും അത് തന്നെയാണ് ഈ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് രാജ്യത്തെമ്പാടും ഇരട്ട വോട്ടുകൾ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളിൽ തന്നെ കേരളത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നിരിക്കെ തൃശ്ശൂരിനെ പർവ്വതീകരിച്ച് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രതിഷേധമാണ്, അല്ലെങ്കിൽ തീർച്ചയായും ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്നത്. ഏതായാലും നമ്മൾ ജനം TV തന്നെ ഇന്ന് പുറത്തുവിട്ട വാർത്തയുണ്ട്. നമ്മുടെ ഈ തൃശ്ശൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 3 ലക്ഷത്തിലേറെ ഇരട്ട വോട്ടുകളാണുള്ളത്. BJP അന്ന് തന്നെ ഈ വിഷയം കണ്ടെത്തുകയും അതിൽ പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ കോടതിയും ഒക്കെ സമീപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വോട്ടർ പട്ടികയൊക്കെ ഇപ്പോഴല്ല കിട്ടാറുള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ 2023 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടിക ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും നേരത്തെ തന്നെ കിട്ടാറുണ്ട്. അതിനുശേഷം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ പ്രതിനിധികളും അത് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അന്നൊന്നും ഉന്നയിക്കാത്ത ആക്ഷേപം മാത്രമല്ല, ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച VS സുനിൽകുമാർ, ആ സുനിൽകുമാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് തർക്കമില്ല എന്ന് നേരത്തെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഇത്തരത്തിലൊരു പ്രതികരണവുമായി കള്ളവോട്ടുകൾ എന്നൊക്കെയുള്ള തെറ്റായ ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് തൃശ്ശൂരിൽ കൃത്യമായ ബോധപൂർവം ആ BJPയുടെ വിജയത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ തുടർച്ചയായ ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ CPMന്റെ അതിക്രമം എന്നുള്ളത് തന്നെയാണ് BJP പറയുന്നത്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് അത് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും വലിയ രീതിയിൽ തന്നെ അധ്വാനിച്ച് നേടിയെടുത്ത വിജയമാണ്. മുൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് 5 വർഷക്കാലം പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് BJP വിജയിച്ചാൽ എന്തൊക്കെ തങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് കേരള ജനത ഒന്നടങ്കം കണ്ടതാണ്. പക്ഷെ ആ വിജയത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഇടതുപക്ഷവും വലതുപക്ഷവും ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് എത്തുകയായിരുന്നു. ആദ്യം പൂരം കലക്കിയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നുള്ളൊരു ആരോപണവുമായിട്ടായിരുന്നു രംഗത്തെത്തിയത്. അതിനുശേഷം അതാ പൂർണ്ണമായും പൊളിഞ്ഞു പോയതോടുകൂടെ തന്നെ സ്വർണ്ണ കിരീടം നൽകിയാണ് വിജയിച്ചത് എന്ന പരാമർശവുമായിട്ടായിരുന്നു പിന്നെ അവർ രംഗത്തെത്തിയത്. അതിനുശേഷം സിനിമാ നടനായതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന തരത്തിലായിരുന്നു പറഞ്ഞത്. ഈ വിധത്തിൽ ഓരോ സമയത്തും സുരേഷ് ഗോപിയുടെ വിജയത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഇടത് വലത് മുന്നണികൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് അതിലേറ്റവും ഒടുവിലത്തെ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് 2 വോട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ
അതിൽ ഷാജി വരവൂരിൻ്റെ ഉൾപ്പെടെ വോട്ടുകൾ അത് അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിലാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടിടത്ത് വോട്ടുകൾ കാണിച്ചത് എന്നുള്ളതും വ്യക്തമായ കാര്യമാണ്. മാത്രമല്ല സുരേഷ് ഗോപിയുടെ സഹോദരൻ്റെ വോട്ട് ഉൾപ്പെടെ അത്തരത്തിൽ തന്നെയാണ്. കൃത്യമായി ഒരു മണ്ഡലത്തിൽ 6 മാസം ഒരാൾ താമസിക്കുകയാണെങ്കിൽ വോട്ടർ പട്ടികയിൽ അവർക്ക് ഇടം നേടാം, ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാം എന്നുള്ള വ്യവസ്ഥ നമ്മുടെ സംവിധാനങ്ങളിൽ ഉണ്ട് എന്നിരിക്കെ അത് ഏതോ വലിയ തെറ്റാണ്, അല്ലെങ്കിൽ അത് വലിയ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് തൃശ്ശൂരിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും BJP അതിലെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുറന്നു കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെ വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ BJP കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് VD സതീശൻ താമസിക്കുന്നത് ഒരിടത്ത്, അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഒരിടത്ത്, അതേസമയം തന്നെ VD സതീശൻ്റെ വോട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ BJP തുറന്നു കാണിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഏതായാലും ആ കാഴ്ചകൾക്ക് ശേഷമാണ് BJP അതിനെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി വിഷയത്തെ നേരിടൂ, കോടതിയെ സമീപിക്കൂ എന്നൊക്കെ പരസ്യമായ വെല്ലുവിളി വിളിക്കുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പരസ്യമായി പറയുന്നു. പക്ഷേ എന്നിട്ട് പോലും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനോ അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിയമ പോരാട്ടത്തിനെ കോടതിയെ സമീപിക്കാനോ ഒരുങ്ങാനോ ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തീർത്തും അക്രമപരമായിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് CPM ഓഫീസിൽ നടത്തിയത് എന്നുള്ളതാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തങ്ങൾ ഒരിക്കലും തങ്ങളുടെ MP-യുടെ ഓഫീസിലേക്ക് നടത്തിയ ഈ അക്രമം അതിനെ കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ മാർച്ചിലും ദൃശ്യമാകുന്നത്. അരുൺ, 100 കണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അവരുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെ അവർ വ്യക്തമാക്കുന്നു അവരുടെ നിലപാട്. ഇപ്പോൾ എന്തിന് ഈ അനാവശ്യ വിവാദമുണ്ടാക്കി പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നുള്ളത്, അതിൽ കൃത്യമായി രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വിറളി പൂണ്ട് അന്നു മുതൽക്കേ അവർ നടത്തിയതാണ് പല ആരോപണങ്ങളും. അവസാനമാണ് ഇത്തരത്തിൽ വോട്ട് ആരോപണത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക്